ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നല്ല നാടൻ ചമ്മന്തിപ്പൊടി, എങ്ങനെ ഇടിച്ചമ്മന്തി എന്നൊക്കെ ചില നാട്ടുകളിൽ പറയും. ഞങ്ങളിവിടെയൊക്കെ ചമ്മന്തിപ്പൊടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചമ്മന്തി എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി 7 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് തോനെ എമൗണ്ടാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങ ഇവിടെ ഞാനെല്ലാം തിരുകി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തുള്ള അടുപ്പിൽ വെച്ചിട്ടാണ് തേങ്ങ വറുത്തെടുക്കുന്നത്. കാരണം അകത്ത് ഗ്യാസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും തേങ്ങ വറുത്തെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചേർക്കണം. അപ്പോൾ എൻ്റെ മോനാണ് ഇതെല്ലാം ചേർത്ത് തരുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് കറിവേപ്പിലയും ചേർക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് പിഴുപുളി ഞാൻ ചേർത്തിട്ടുണ്ട്, പിഴുപുളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തിട്ട് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം കുരുമുളക് ചേർക്കാൻ. അപ്പോൾ ഞാൻ കുരുമുളക് ഒരു പിടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എരിവ് കാണും, അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിന്. കാരണം നമ്മൾ 7 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 7 തേങ്ങയുടെ തേങ്ങാ പീര മുഴുവനും നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. കുറച്ചൊന്ന് തണുക്കുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതേപോലെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിൽ കാണുന്നതിൻ്റെ നിസ്സാരമല്ല തേങ്ങ വറുത്തെടുക്കുന്നത്. ഇത്രയും തേങ്ങാ പീര നമുക്ക് വറുത്തെടുക്കാൻ ഇത്തിരി താമസമുണ്ട്.